ബാക്ക്ഗ്രൗണ്ടിൽ ഉമ്മച്ചിയുണ്ട്. ഉമ്മച്ചി എന്നാ പരിപാടിയാ? ചായ ഇട്ട് വെക്കുക. ഞാൻ ചായ വെച്ചേനെ. അപ്പൊ ഉമ്മച്ചിയോട് ഞാൻ പറഞ്ഞു ചിങ്ങനെ വീഡിയോ പിടിക്കാൻ നിൽക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞെ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മച്ചിയുടെ പരിപാടി അടക്കട്ടെ. ഉമ്മച്ചിക്ക് ജോലിക്കൊക്കെ പോണം. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? അതെ. ഉമ്മച്ചി ഇങ്ങനെ തവിയിട്ട് ഇളക്കുവോ മാ? എന്തോ അത് തിള വന്നോണ്ടാവും. നില ഇതാകത്തില്ല, തീ കുറയ്ക്കും. എങ്കിലും ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ്. നമ്മള് തേയിലയും മധുരം ഇട്ടിട്ട് നോക്കിയില്ലല്ലോ. അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടി ഇപ്പൊ തിള വന്നു. അപ്പൊ ഒന്ന് മധുരം ഒന്ന് നോക്കട്ടെ. ഞാൻ എങ്ങനെയാന്ന് ഉമ്മ ചിലപ്പോ മധുരം നോക്കത്തില്ല. എനിക്കൊരു സ്പൂണുണ്ട്. ആ തവിയുടെ ഇപ്പൊ 3 സ്പൂണാണ് ഞാൻ അത് ഇടുവേ. ഇട്ട് കഴിയുമ്പോ എനിക്കത് കറക്റ്റ് മധുരമാന്നുള്ള ഒരു ഇതാ. അതാ എനിക്കെന്ന് വെച്ചാൽ ഇച്ചിരി മധുരം കൂടുതൽ വേണം. ഇവിടെ ഇവർക്ക് ആർക്കും മധുരം വേണ്ട. ഉമ്മച്ചി അതുകൊണ്ട് മധുരം കലക്കുക അല്ലേ ഉമ്മ? പഞ്ചസാര ഇവിടെ എത്ര വേണം? പഞ്ചസാര എളുപ്പം തീരും. ഞാൻ മധുരം നല്ലതായിട്ട് കൊടുത്തു. അത്താക്ക് കടുപ്പമുള്ള ചായ എടുത്തോ? മധുരം വേണ്ട, കടുപ്പം. അതിപ്പോ ഇതിന്ന് കുറച്ച് ഞങ്ങൾ ഊറ്റി എടുത്തിട്ട് ബാക്കി കടുപ്പം പുള്ളിക്ക് വേറെ കടുപ്പമാക്കി വെക്കും. നമ്മള് രാവിലെ എണീറ്റ് പാത്രം കഴുകി എല്ലാം ചെയ്തു. പിന്നെ അത്താ മാവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ദോശമാവ്. ഇത് ഉമ്മച്ചിയുടെ പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. മണി പ്ലാന്റ് ഒക്കെ ഐസ്ക്രീം പാത്രത്തിനകത്ത് വെച്ചേക്കുന്നത്. അതൊരു രസം എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ വെച്ചതാ. അപ്പൊ നമുക്ക് പൊടിയുണ്ട്. പൊടി ഇപ്പം ജോലിക്ക് പോകണം. അപ്പോൾ പൊടി ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. ഉമ്മച്ചി അങ്ങനെ വേണ്ടേ നമുക്ക് കടുപ്പം കുറഞ്ഞ ചായ ഊറ്റിയിട്ടുണ്ട്. അത്താക്കാണെങ്കിൽ എക്സ്ട്രാ കടുപ്പം വേണം. അത്താ പണ്ട് മുതലേ ഉള്ള ശീലമാണ് സ്ട്രോങ് അല്ലേ, സ്ട്രോങ് ചായ. അപ്പം അത്തായ്ക്കുള്ള ചായ തേണ്ട എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചായയുടെ വിശേഷം മാത്രമല്ല ബാക്കി ഓരോന്ന് കാണാനുണ്ട്. ഇത് കൊള്ളാലോ. നമ്മൾ അവിടുത്തെ കിച്ചണിൽ നിന്നപ്പോഴത്തേനും ഇവിടുത്തെ അടുപ്പയിലത്തെ തീ എല്ലാം പോയല്ലോ ഉമ്മച്ചി. ഇത് കണ്ടോ ഉമ്മ, തീ എല്ലാം കൂടെ രണ്ടടുപ്പും കത്തിച്ച് വെച്ചോ. ഒരടുപ്പേന്ന് നമ്മള് കത്തിക്കുമ്പോഴത്തേക്ക് ഒരടുപ്പ് പോകും. ഞാൻ അങ്ങനെ അവിടെ നിന്നോട് ഇവിടെ വരുമ്പോ ഇവിടുത്തെ പോകും. ശരിയാ. ഇതിനകത്ത് തന്നെ പോട്ടിയോ? അത് പോട്ടി. അപ്പൊ നമ്മുടെ പോട്ടിയാണ്. പോട്ടി ഉമ്മച്ചി അതിന്റെ ഇടയ്ക്ക് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ വീണ്ടും നമ്മുടെ ക്യാമറ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മച്ചി ചോറ് വെന്തോന്നൊക്കെ പറഞ്ഞ് നോക്കുക. ഇവിടെ ആണെ വെള്ളേരിയാ. വെള്ളേരി വേവണമെങ്കിൽ ഒരു 1.5 വേവാണെന്ന് തോന്നുന്നു. 5 അല്ലേ? അതാ ഇഷ്ടം ഉമ്മച്ചിക്ക്. അതാ ഇഷ്ടം. ആണോ? എന്നാ വെന്തിട്ട് എടുത്താൽ മതി. പിന്നെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ പോട്ടിക്കറി ഉണ്ട്. പോട്ടി ഒന്ന് കാണിച്ചേ എന്നെ അവസ്ഥയിലായി പോട്ടി. സ്പെഷ്യൽ പോട്ടി. നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ പുക കാരണം കാണത്തില്ല കേട്ടോ ചോവിന്. അതുമല്ല ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയില്ല. ഉമ്മച്ചി ക്യാമറയിലല്ല ഉമ്മ കാണിക്കുന്നേ. അതുമല്ല ഉമ്മ ഞാനൊരു കാര്യം പറയട്ടെ, ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കാതെ ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ എന്നാലും ചൊവ്വര് കാണത്തില്ല കേട്ടോ. നമ്മള് കറിയൊക്കെ നമ്മള് അടുപ്പത്തെന്ന് പറയുമ്പോ നമ്മള് അടുപ്പത്ത് വെക്കുമ്പോ ഒരു പ്രത്യേക രുചിയല്ലേ കുഞ്ഞെ? അടുപ്പ് വെക്കുമ്പോ ഒരു ടേസ്റ്റ് ആണ്. നമുക്ക് ഗ്യാസിന്റെ അവിടെ കൊണ്ടുപോയാൽ നല്ല വെട്ടം കിട്ടും. പിന്നെ വേണ്ട മേളിലൊക്കെ പുളിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പുളി ഉമ്മച്ചി നിരത്തി വെച്ചേക്കുക. പക്ഷെ ഈ പുളി വെക്കുന്നോണ്ട് നമുക്ക് ഇവിടെ കറിയൊക്കെ വെക്കാൻ ഒരു മടിയാ അല്ലേ അമ്മ? കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് കറി കൊണ്ട് വെക്കും. കാരണം നമ്മുടെ ഈ പുളി ചിലപ്പോ ഒന്നെങ്കിൽ ഈ പുളി ഇടയിൽ കൂടെ വരുവോ? ശരിയാ. നമ്മൾ ഈ പുളി ഉണക്കുമ്പോഴേ കാരണം പുകയെ വെച്ചല്ലേ ഉണക്കുന്നേ. ഉമ്മച്ചിയെ നമ്മുടെ ഇവിടുത്തെ അടുക്കള വീഡിയോയിൽ കാണുമ്പോഴത്തേനും ഇല്ലേ ഈ ടൈൽസ് ഒക്കെ വേറെ ഒരു കളർ പോലെ. എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ കാണുമ്പോ ഉള്ള ഒരു ഇതാ അല്ലേ? അല്ലാതെ നോക്കിയാ വലിയ കുഴപ്പമില്ല. എന്നാലും വീഡിയോയിൽ കാണുമ്പോ വേറെ എന്തോ ഒരു നമ്മള് നേരിട്ട് കാണുന്നത് പോലെ അല്ല അല്ലേ? വീഡിയോയിൽ കാണുന്ന പോലെ. പക്ഷെ വീഡിയോ കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഉമ്മച്ചിക്ക് പാത്രങ്ങളുടെ കളക്ഷൻ ഉണ്ട്. പണ്ടത്തെ പാത്രങ്ങൾ അല്ലേ? ഉമ്മച്ചി ഇടയ്ക്ക് ഇങ്ങനൊക്കെ വെച്ചേക്കുക. ഇങ്ങനെ സെറ്റ് ചെയ്ത് ഉമ്മച്ചിയുടെ സെറ്റിങ്സ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജനലിൽ കെട്ടി അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മുടെ ഹോം ടൂർ അല്ല. ഉമ്മച്ചി സമയം പോകുന്നു, ജോലിക്ക് പോട്ടെ. വീഡിയോ പിടിക്കുന്നതിൻ്റെ ഇടയിലേ ഒരാള് സമയം എന്നായെന്ന് പറഞ്ഞ് ഫോണിൽ പോയി നോക്കുന്നുണ്ട്. വീഡിയോ പിടിക്കുന്നെങ്കിലും ജോലിക്ക് പോകാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പെട്ടെന്ന് പോയി അടുക്കളയിൽ പോയി ഉമ്മച്ചി നോക്കുന്നുണ്ടേ. ഉമ്മച്ചി സമയമായോ? സമയം നോക്കുമായിരുന്നു. ഞാൻ സമയം പോയൊന്നുമില്ല. ഇനി എന്താ നമുക്ക് ഉണ്ടാക്കണ്ടേ? ഇഡലി സംഭവങ്ങളൊക്കെ ചെയ്യണം. അത്താക്ക് ചായ വെച്ചിട്ടുണ്ട്. ഇനി അത്താനെ നമുക്ക് വിളിക്കണം. അത്താ ഉറക്കമല്ലേ? അങ്ങനെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച് അല്ലേ അടിപൊളി മാവ് തേണ്ടേ ഇവിടെ ഉണ്ട്. നമ്മള് അരിയൊന്നും വെള്ളത്തിലിട്ടില്ലായിരുന്നല്ലേ. പിന്നെ അത്താവിനെ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോ ഇങ്ങനെ മാവൊക്കെ കൊണ്ടുവരും. അപ്പൊ പിന്നെ ഇടയ്ക്ക് എങ്ങാനും ഇഡലിയോ ദോശയോ ഉണ്ടാക്കിയാലേ ഉള്ളൂ അല്ലേ? ഇവിടെ ഇച്ചിരി മതി. ഇവര് 3 പേരല്ലേ ഉള്ളൂ. 6 പേര് പെണ്ണൊക്കെ ഇവർക്ക് ഇത് തന്നെ എനിക്ക് തോന്നുന്നു ധാരാളം. ഇത് മൊത്തം ഉണ്ടാക്കുമോ? 3 ദിവസത്തേക്കുണ്ട് ഈ മാവോ?
ഉണ്ടാക്കത്തുള്ളൂ. ഇഡലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഡലി ഉണ്ടാക്കാം. ഇഡലിയുടെ റെസിപ്പി പിന്നെ മിക്കവർക്കും അറിയാമല്ലോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മാവ് അരയ്ക്കുന്നതൊക്കെ ഉമ്മച്ചി പച്ചരി ഇടുമ്പോൾ കാണിക്കാം. ഇത് നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണല്ലോ. ഇനി നമുക്ക് ഇഡലിപ്പാത്രം വെച്ചിട്ട് ഇഡലി ഒഴിച്ചു കൊടുക്കാവേ. അപ്പം ഇത് കുഞ്ഞു പാത്രമാണ്. നമുക്കിത് വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ ഈ പാത്രം. ഉമ്മച്ചി ഓരോരോ രീതിയിലുള്ള പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മതി, കുഞ്ഞു ഇഡലി മതി. ഉമ്മച്ചി എന്നാ കുഞ്ഞിഡലിയാമോ? കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാം. ഉമ്മച്ചി പറയുന്ന ഇഡലി ഉണ്ടാക്കി വരുമ്പോൾ വലുതാണ്. ഞാൻ പക്ഷെ ഇവിടെ വന്നിട്ട് ഈ പാത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ പണ്ടത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നേ, അതിനകത്ത് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കുമായിരുന്നു. ഈ കുഞ്ഞുപാത്രം പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നമുക്കൊരു കൗതുകം തോന്നും. ഉമ്മച്ചിയെ ഞാൻ ഇതിന്റെ ചെറുതല്ല വെച്ച വലുത്. ഇനി ഇത് പൊക്കണോ? വേണ്ട, സാരമില്ല, ഇത് പൊക്കാം. വേഗട്ടേന്നോ? ഉമ്മച്ചി എന്നോട് പറഞ്ഞ ചെറിയ പാത്രമാണ്, പക്ഷെ എനിക്ക് നമ്മളിത് ഉപയോഗിച്ചാലല്ലേ നമുക്ക് അറിയത്തുള്ളൂ. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോ ഇത് എന്നിട്ട് വെക്കാല്ലേ. ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് ഗ്യാസ് ലാഭം അല്ലേ. വെള്ളം ഞാനിപ്പോ ഇത് വെച്ചില്ല. അപ്പൊ ഇത് വെച്ച് ഇതെടുത്തിട്ട് നമുക്ക് അതേപോലെ വെക്കാം. നമ്മുടെ ഇവിടെ ഇച്ചിരി വെട്ടം കിട്ടാനായിട്ട് എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതെന്നാ ഫ്രിഡ്ജിൽ നിന്ന് മഞ്ഞുമലയൊക്കെ. ഇതെന്നാ മുട്ടായി പൊടിയുടെ കൂട്ടുകാരൻ്റെ അമ്മ. അപ്പൊ തേടെ ഗൈസ്, നമുക്ക് മുട്ടായി പൊടിയുടെ കൂട്ടുകാരൻ്റെ അമ്മ കൊണ്ട് തന്നെ അല്ലേ മാ? ഈ ഗൾഫിലെന്ന് പറയുമ്പോ ഈ ഗൾഫിൽ പോകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും ഗൾഫിന് പോകും. ഈ ഗൾഫ് മുട്ടായി എന്ന് പറയുമ്പോ ഇതല്ലേ, ഇത് പല സൈസ് മുട്ടായി ഉണ്ടല്ലേ. ഉമ്മച്ചിക്കൊക്കെ മുട്ടായി ഇഷ്ടമാണ്. എനിക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച് ഒരുപാട് മുട്ടായിയോട് വലിയ ഇതില്ല. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഞാനാണ് അടുത്ത് കയറിയാണ് ക്യാമറയോടെ സംസാരിക്കുന്നത്. എനിക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ കല്ല് പോലെ എടുക്കുന്നത് ഇഷ്ടമല്ല. ഉമ്മച്ചി ബീസറിലാണ് വെച്ചത്. പൊടി ബീസറിൽ എടുത്ത് തണുപ്പത്ത് വെച്ച് നമുക്കിത് താഴെ വെക്കാം അല്ലേ. എന്നിട്ട് അണ്ണച്ചിക്ക് വേണേ രണ്ടെണ്ണം കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടായി ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേണ്ട 3 ഇഡലിയും നമ്മുടെ പോട്ടി ഉണ്ടല്ലോ, പോട്ടി റോസ്റ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിച്ചിട്ട് കാണാം. ഞാനും കൂടെ ഉള്ളതുകൊണ്ട് ഉമ്മച്ചിയായിട്ട് സംസാരിച്ച് ഇന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്ന് പിന്നെ ഉമ്മച്ചി ജോലിക്ക് ഇച്ചിരി താമസിച്ചേ പോകത്തേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ഉമ്മച്ചി ഇതിനെക്കാട്ടി നേരത്തെയാണ് പോകുന്നത്. പിന്നെ തേണ്ട ഉമ്മച്ചിയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. ആ ചേച്ചി വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാനും ഉമ്മച്ചിയുടെ കൂടെ ഞാൻ അങ്ങ് തിരിച്ചു പോകാനായിട്ട് ബാഗൊക്കെ എടുത്ത് ഉമ്മച്ചിയായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോകാമല്ലോ പോകുന്ന വരിക്കെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയിട്ടുണ്ട്. റിട്ടേൺ ഓട്ടോയിലാണ് കയറിയത്. പിന്നെ പൊടീനെയും അത്താനെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പൊടിയും അങ്ങ് ജോലിക്ക് പോയി. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാവേ.